അപ്പോൾ ഇത് കുമ്പളത്തിൻ്റെ 2 പൂക്കളാണ്. അപ്പോൾ അത് നോക്കിയാൽ മതി. ഇത് പെൺപൂവ്, ഇത് ആൺപൂവ്. അപ്പോൾ അതിന് നോർമൽ ഇപ്പോൾ പരാഗണം സാധാരണ രീതിയിൽ നടക്കുന്നില്ലെങ്കിൽ എന്ന് വെച്ചാൽ മുമ്പൊക്കെ ഇഷ്ടംപോലെ പ്രാണികൾ, പൂമ്പാറ്റകൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, തേനീച്ചകളൊക്കെ. ഇപ്പം അങ്ങനെയൊന്നും കൂടുതലായി ഇല്ലാത്തതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഉണ്ടായി വരുന്ന ആൺപൂവായാലും പെൺപൂവായാലും എല്ലാം കൊഴിഞ്ഞു പോകും. ഇതിപ്പോൾ ഉണ്ടല്ലേ, കായോട് കൂടിയത് പെൺപൂവ്, ഇതിൽ കായില്ലാത്തത് ആൺപൂവ്. അപ്പോൾ അതിന് ഹാൻഡ് പോളിനേഷൻ ചെയ്ത് കൊടുത്താൽ ഒരു കായും ഉണ്ടാകുന്ന ഒരു കായും പാഴായി പോവില്ല എന്നാണ് പറയുന്നത്. ഞാൻ കഴിഞ്ഞ സീസണിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതൊരു ബ്രഷ് ഉപയോഗിച്ച് ഇതിൽ പൂമ്പൊടി ഇതിലോട്ട് വെച്ച് കൊടുത്താലും മതിയാകും. അല്ലെങ്കിൽ ഈ ഫ്ലവർ ഇതുപോലെ തന്നെ പറിച്ചിട്ട് ഇതിലേക്ക് വെച്ച് കൊടുത്താലും മതിയാകും. അപ്പോൾ ഇതൊരു ചെറിയ ചെടിയാണ്, കാരണം ഇതുണ്ട് ഈ ഒരു കോളിഫ്ലവറിൻ്റെ അതിൽ മുളച്ച് വന്നതാണ്. അപ്പോൾ ഞാനത് പിന്നെ നശിപ്പിച്ച് കളയാൻ തോന്നിയില്ല. അപ്പോൾ 2ൻ്റെ വളർച്ച കുറയുകയും ചെയ്തു. ഇതിപ്പോൾ കോളിഫ്ലവറിന് അത്രേ വളർന്നുള്ളൂ. കുമ്പളം ഇതുപോലെ കുറച്ചൊന്ന് പടർന്ന് ഇപ്പോഴാണ് ഇതിൽ നിന്ന് നോക്കിയപ്പോൾ ഒരു പൂവ് കണ്ടത്, കായോട് കൂടി ഒരു പൂവ് കണ്ടത്. വിചാരിച്ചു അതിന് തൊട്ടടുത്ത് തന്നെ മറ്റൊരു ആൺപൂവുണ്ട്. അപ്പോൾ ഇതിനൊന്ന് പോളിനേഷൻ ചെയ്ത് കൊടുത്തേക്കാൻ തോന്നി. അപ്പോൾ ഞാനിത് പറിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് പറിച്ചെടുത്ത് ഇതിനുള്ളിൽ പൂമ്പൊടി ഉണ്ട്. അപ്പോൾ ആ പൂമ്പൊടി അതിൻ്റെ ആ ദളങ്ങൾക്കിടയിലോട്ട് ഒന്ന് പൂമ്പൊടി അവിടെ വീഴണം, എങ്കിലേ പരാഗണം കൃത്യമായിട്ട് നടക്കൂ. എന്തായാലും പരാഗണം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഏതാണ്ട് നമുക്ക് 2-3 ദിവസം കൊണ്ട് തന്നെ അറിയാൻ പറ്റും. ഒന്നുകിൽ ഈ ഒരു കായോട് കൂടിയ പൂവ് കൊഴിഞ്ഞു പോകും, അല്ലെങ്കിൽ അവിടെ നിന്ന് അത് വളരും. പക്ഷേങ്കിൽ ഇവിടെ ഇതിൻ്റെ കാര്യത്തിൽ ഉറപ്പ് പറയാൻ പറ്റില്ല, കാരണം ഇതൊരു ചെറിയ പ്ലാന്റാണ്. അപ്പോൾ അതുമാത്രമല്ല, ആ കായക്കും വലിയൊരു വലിയൊരു ആരോഗ്യമൊന്നും ഇല്ലാത്തൊരു പെൺപൂവാണത്, കായാണത്. അപ്പോൾ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അപ്പോൾ 2 ദിവസം കൊണ്ട് നമുക്കിതിൻ്റെ ഒരു റിസൾട്ട്